സെൻസസ് വാർത്തകൾ ബീറ്റ്സ് ഓഫ് സെൻസസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഇവാമൻ ആറി, ദിയ മരിയ ആർബി. പ്രധാന വാർത്തകൾ. ജൂലൈ ആദ്യവാരത്തിൽ മന്ത്ലി ടെസ്റ്റ്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം. ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ സ്കൂൾ സന്ദർശനം. സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. ചാന്ദ്രദിനാഘോഷം. ക്ലാസ് PTA യോഗം. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. സ്കൂൾ ഗ്രൗണ്ടിൽ ഒളിമ്പിക്സ് ദീപം തെളിക്കൽ. അധ്യാപകർക്കായി അൽഫോൻസ ക്വിസ്, കുട്ടികൾക്കായി ഒളിമ്പിക്സ് ക്വിസ്. വാർത്തകൾ വിശദമായി. കരുളടക്കം സെന്റ് ജോസഫ് UP സ്കൂളിൽ ജൂലൈ ആദ്യവാരത്തിൽ കുട്ടികൾക്ക് മന്ത്ലി ടെസ്റ്റ് നടത്തി. തുടർന്ന് പഠന വിലയിരുത്തലിനായി ക്ലാസ് PTA യോഗം ചേർന്നു. ജൂലൈ 6-ന് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഫ്ലവേഴ്സ് TV കോമഡി ഫെയിം റവറൻ ഫാദർ എബിൻ മടപ്പാന്തോട്ടുകുന്നിൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോൺസൺ അന്ത്യാംകുളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി പുസ്തകത്തിലെ കാടാരത് എന്ന കവിതയുടെ രചയിതാവും സിനിമാ സംവിധായകനും 300ഓളം കവിതകളുടെ രചയിതാവുമായ ശ്രീ പ്രകാശൻ സിന്തളം മുഖ്യാതിഥിയായി എത്തിയത് ചടങ്ങിന് മാറ്റുകൂട്ടി. സ്കൂൾ പ്രധാനാധ്യാപിക റവറൻ സിസ്റ്റർ റിജിന മാത്യു ചടങ്ങിന് സ്വാഗതം ആശംസിക്കുകയും വിദ്യാരംഗം കൺവീനർ ശ്രീമതി സൈമ ജോസ് നന്ദി അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. 2023-24 അധ്യയന വർഷത്തിൽ USS കരസ്ഥമാക്കിയ അലൻ ജോസഫ്, സാൻജോ മൈക്കിൾ സിബി, ഏബിൾ സെബാസ്റ്റ്യൻ എന്നിവർക്കും തലശ്ശേരി കോർപ്പറേറ്റിന്റെ സന്മാർഗം വേദപാഠം സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ നേഹ എലിസബത്ത് ഷിജു, ഏഞ്ചൽ മരിയ എന്നിവർക്കും ട്രോഫികൾ നൽകി ആദരിച്ചു. ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ രത്നാകരൻ സ്കൂൾ സന്ദർശിച്ച് രേഖകൾ പരിശോധിച്ചു. ജൂലൈ 14-ന് സ്കൂൾ ലീഡേഴ്സിനായുള്ള സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തുടർന്ന് 30ഓളം വിദ്യാർത്ഥികൾ സ്ഥാനാർത്ഥികളാകാൻ സ്കൂൾ ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് അപേക്ഷ നൽകി. ജൂലൈ 21 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ചാന്ദ്രദിനാഘോഷം സമുചിതമായി ആചരിച്ചു. കവിതാലാപനം, ചാന്ദ്രയാത്രാ വിവരണം, റോക്കറ്റുകളുടെ നിർമ്മാണം, ചാന്ദ്രദിന ക്വിസ് എന്നീ പ്രോഗ്രാമുകൾ നടത്തപ്പെട്ടു. ജൂലൈ 27-ന് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സോഷ്യൽ സയൻസ് അധ്യാപകർ ശ്രീ ഷിനോജ് തോമസിൻ്റെയും ശ്രീമതി ജോളി ABയുടെയും നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാവി പൗരന്മാരെ വാർത്തെടുക്കാനുള്ള വേദി ഒരുങ്ങി. സെന്റ് ജോസഫ് UP സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മോശം കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ടും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുവാൻ കുട്ടികൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്നു. യഥാർത്ഥ തിരഞ്ഞെടുപ്പിന് മാതൃകയിൽ കമ്പ്യൂട്ടർ വോട്ടിങ്ങിലൂടെ നടത്തിയ തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവം നൽകി. സ്കൂൾ പ്രധാന അധ്യാപിക റവറൻ സിസ്റ്റർ റെജീനാമ്മ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും തുടർന്ന് സത്യപ്രതിജ്ഞയും നടത്തി. സ്കൂൾ ലീഡറായി ആൽഫ്രഡ് ജോമോൻ, ഡെപ്യൂട്ടി ലീഡറായി അഭിഷേക് P, ആർട്ട് സെക്രട്ടറിയായി അമാലിയ അനിൽ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷോബി ജോസഫ് ലീഡേഴ്സിനെ അഭിനന്ദിച്ച് സമ്മാനങ്ങൾ നൽകി. 2024-ലെ പാരീസ് ഒളിമ്പിക്സിന് പ്രതീകാത്മകമായി ഒളിമ്പിക്സ് ദീപം തെളിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് നവംബർ 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിൽ നടക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ നല്ലപാടം ക്ലബിൻ്റെ നേതൃത്വത്തിൽ പ്രധാന അധ്യാപിക റവറൻ സിസ്റ്റർ റെജിന മാത്യു സ്കൂൾ ലീഡർ ആൽഫ്രഡ് ജോമോന് ദീപശിഖ കൈമാറി. തുടർന്ന് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വിളംബര പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമയോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് സ്കൂളിൽ അധ്യാപകർക്കായി അൽഫോൻസ ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. 1ാം സ്ഥാനം ശ്രീമതി ടീന തോമസ് ടീച്ചർ, 2ാം സ്ഥാനം റവറൻ സിസ്റ്റർ ആനീസ് തോമസ് എന്നിവർ കരസ്ഥമാക്കി. വിജയികളെ അനുമോദിച്ച് സമ്മാനങ്ങൾ നൽകി. ഒളിമ്പിക്സ് പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികൾക്ക് സ്കൂൾ തല ക്വിസ് കോമ്പറ്റീഷൻ നടത്തി. വിജയികളായ ശ്രീനന്ദ് S നായർ, ഏഞ്ചൽ മരിയ, നെവിൻ ആന്റണി നെൽസൺ എന്നിവരെ അനുമോദിച്ചു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.